ടെക്ലൈ മലയാളത്തിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൂടുതൽ യൂട്യൂബേഴ്സിനായി കൂടുതൽ യൂസ്ഫുൾ ആവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മൾ ഗെയിമിംഗ് കമ്പനിയിൽ എങ്ങനത്തെ കമ്പനിയിൽ വേണമായിക്കോട്ടെ എങ്ങനെ നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാമെന്ന് പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ നിങ്ങളോട് ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് ഈ ചാനൽ ആദ്യമായി കണ്ടിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ ചെറിയ ബെല്ലൈക്കൺ പ്രസ് ചെയ്താലുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ തമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ വേണം. ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് pixellab എന്ന ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ തുറന്ന് നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ടെക്സ്റ്റ് ഉണ്ട് അവിടെ, അത് കളയാം. നമുക്ക് ആ ടെക്സ്റ്റ് ഇപ്പോൾ ആവശ്യമില്ല. അത് കളഞ്ഞതിന് ശേഷം മുകളിൽ മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ മോർ എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സൈസ് ഉണ്ടാവും, ആ ഇമേജ് സൈസ് ഉണ്ടാവും. നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഉണ്ടാവും കസ്റ്റം എന്നതിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബ് തമ്പനയിൽ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. യൂട്യൂബ് തമ്പനയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് തമ്പനയിലിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണും. അപ്പോൾ നമ്മൾ അതേ സൈസായി മാറിയിട്ടുണ്ടാവും. അതിന് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത് നിങ്ങൾക്കൊരു ഇമേജ് വേണം. അത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗെയിമിംഗ് തമ്പനയിലാണ് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട എവിടെയാണ് നിങ്ങൾക്ക് ഈ ഇമേജ് വെക്കേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എവിടെയാണ് വെക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് വെച്ചതിന് ശേഷം നേരെ നമുക്ക് അടുത്ത് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ഇതാണ് ബാക്ക്ഗ്രൗണ്ട് മാറ്റില്ല. നമ്മൾ ക്ലിക്ക് ചെയ്ത് കളർ എന്ന ഓപ്ഷൻ ഉണ്ടാവും. കളർ എന്ന ഓപ്ഷൻ കിട്ടുമെങ്കിൽ ഗ്രേഡ് കളറും ചേർക്കാൻ വേണമെങ്കിൽ ഒരു സിംഗിൾ കളർ വേണമെങ്കിൽ ചേർക്കാൻ. ഞാൻ ഇവിടെ റെഡാണ് ഇപ്പോൾ ചേർക്കുന്നത്, സിംഗിൾ കളറാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ഇമേജ് ഇപ്പോൾ ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ടിലായി നിൽക്കണ പോലെ. എന്നിട്ട് അടുത്ത് ഷേപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഷേപ്പ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഒരു സ്ക്വയർ ഷേപ്പ് ഇട്ടതിന് ശേഷം അതിനൊന്ന് ഇതാക്കി കൊടുക്കുക, ഒന്ന് സൈസ് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ശേഷം നമ്മൾ ഇമേജിൻ്റെ അടുത്ത് ഇതേപോലെ വെക്കുക. അതിന് ശേഷം നമ്മൾ ആ ലെയേഴ്സിൽ പോയിട്ട് ആ ലെയർ ആ ഷേപ്പിൻ്റെ ലെയർ അടിയിൽ കിട്ടും. നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല, കണ്ടില്ലേ, നമ്മളെ ഈ തമ്പനയിൽ ഇങ്ങനെ ആവും. നിങ്ങൾക്ക് വേണം അത് അഡ്ജസ്റ്റ് ചെയ്യട്ടെ, എങ്ങനെ വെക്കേണ്ടത് നിങ്ങൾക്ക് ഇതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ആണെങ്കിൽ ഇല്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് നമുക്ക് ടെക്സ്റ്റാണ് അടുത്ത് വേണ്ടത്. ടെക്സ്റ്റിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് ഉണ്ട്. നമ്മൾ ടെക്സ്റ്റ് ഇവിടെ വരും. നമുക്ക് വേണം അത് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ വേണ്ട നിങ്ങൾക്ക് ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വെച്ചാലാണിത് ലുക്ക് തോന്നുന്നത് അതേപോലെയൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾ ഐഡി വെച്ചിട്ടുകൊണ്ട് അങ്ങനെയും ചെയ്യുക. പല മോഡലിലും നമ്മൾ ഈ pixellab എന്ന് പറയുന്ന അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇതിന് മുമ്പ് നമ്മളിത് ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു ഗ്രാഫിക് ഡിസൈൻ ഒരു വിക്ടറായിട്ട് ചെയ്തിരുന്നു. അത് കാണാത്തവർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അവിടെ പോയി കാണുക താല്പര്യമുള്ളവർ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ നേരെ ഇതിൻ്റെ ഈ ടെക്സ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാം. നമുക്ക് അത് നമ്മൾ ഡബിൾ ടാപ്പ് എടുത്ത് നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ വരും. നിങ്ങൾക്ക് വേണ്ട നെയിം അവിടെ കൊടുക്കുക. നിങ്ങളെ ചാനലിൻ്റെ നെയിമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെയിമാണ് അത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ അടിച്ച് നമുക്ക് അവിടെ ടെക്സ്റ്റ് അങ്ങനെ വരും, കണ്ടില്ലേ. അതിന് ശേഷം നേരെ നമ്മൾ ഇതുണ്ടാവും ഫൗണ്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവില്ലേ, ഫൗണ്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഫൗണ്ട് വന്ന് ക്ലിക്ക് ചെയ്ത് കുറേ ഇഷ്ടം പോലെ ഫോൺസ് കാണാൻ പറ്റും, പല മോഡൽ സ്റ്റൈലിലൊക്കെ. നിങ്ങൾക്ക് ഏതാ പറ്റിയത് നിങ്ങൾ സെലക്ട് ചെയ്യണില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കമ്പനിയിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്റ്റൈൽ വേണം, സ്റ്റൈൽ മാറ്റാണ്ടില്ലേ, കുറച്ച് അടിയിൽ വരെ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതൊക്കെ ചെയ്യുക. എന്നിട്ട് അടുത്ത് നമുക്ക് വേണ്ട കളറാണ് മാറ്റുക. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാവും കളർ എന്ന ഓപ്ഷൻ. കളർ നമ്മൾ ബ്ലാക്ക് ഒന്ന് കൊടുത്തപ്പോൾ വേണ്ടില്ല നമ്മളെ കമ്പനിയിൽ ഇങ്ങനെയാവും. നമുക്ക് അടുത്തൊരു ടെക്സ്റ്റും കൂടി വേണം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് സെൻറ്റർക്കൊക്കെ പോലെ വെക്കുക. സെൻറ്ററൊക്കെ പോന്നിട്ട് ഒരു ടെക്സ്റ്റും കൂടി നമുക്ക് വേണം. എന്നിട്ട് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുക. എന്നിട്ട് വേറെ പേരും കൂടി നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ ടെക്ലൈൻ മലയാളം നമ്മളെ ചാനലിൻ്റെ പേര് തന്നെ നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിതൊരു തവണ നമ്മൾ സൈസ് ചെറുതാക്കുകയാണ് വേണ്ടത് നമ്മളെ ടെക്സ്റ്റ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ സ്പേസിങ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും ഇതിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് കുറച്ച് കൂട്ടുകൾ അഡ്ജസ്റ്റ് ചെയ്യുക, ഫോണിന് വേണ്ട അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഇതിൽ തന്നെ ഉണ്ടാവും പൊസിഷൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ നേരെ കറക്റ്റായി വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് പൊസിഷനൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് തന്നെ. ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നേരെ നമ്മൾ കളർ എന്ന ഓപ്ഷനിൽ അതും ബ്ലാക്ക് ആക്കുക. അപ്പോൾ നമ്മളെ തമ്പനയിൽ ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ഒരു വെള്ള സംഭവമല്ലേ നമ്മളെ ക്യാരക്ടറിൻ്റെ ബാക്കിൽ, അതും കൂടി ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കാം. അത് ലെയറിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ എടുത്ത് നമുക്ക് കുറച്ച് സ്പീഡ് ചെയ്യാൻ പറ്റും. ഇതിൽ കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും.
അതിൽ കളർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ കളർ ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഉണ്ടാവും ബ്ലാക്ക് കൊടുത്താൽ അത് ബ്ലാക്കായി മാറും. അപ്പോൾ ഇതൊരു സിമ്പിൾ തമ്പനയിൽ ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ ഇത് കാണിച്ചു തരാം. അടുത്ത നമുക്ക് ഇമേജ് നമുക്ക് സേവ് ചെയ്യാൻ ഇവിടെ സേവ് എന്ന ഓപ്ഷൻ കാണും. സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ഇമേജ് ഉണ്ടാവും, സേവ് പ്രൊജക്റ്റ് ഉണ്ടാവും. നിങ്ങൾ സേവ് ഇമേജ് ക്ലിക്ക് ചെയ്യുന്ന നമ്മളെ ഗാലറിക്ക് എക്സ്പോർട്ട് ആവും. ഇത് ഫസ്റ്റ് സേവ് ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ അൾട്ര എന്ന് കൊടുത്തിട്ട് നേരെ ഇവിടെ സേവ് ടു ഗാലറി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഗാലറിയിൽ സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഇമേജ് സേവ് ആയി കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ എഡിറ്റ് ചെയ്ത ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്ത് ഇതേപോലെ നിങ്ങൾക്ക് സെറ്റായി കിട്ടും നിങ്ങളുടെ ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.